നീ ഇപ്പൊ പറയുന്നതാണെങ്കിൽ ഒരു പെണ്ണിനെ പറ്റിയുള്ള മോശം പരിപാടിയല്ലേ പറഞ്ഞിരിക്കണേ. അത് കേൾക്കും, അത് പറയുമ്പോ അനക്കുള്ള സുഖവും, അത് കേൾക്കുമ്പോൾ ഈ ഇത് വിറ്റ് കാശാക്കുമ്പോ ജ്യൂസ് ആക്കുമ്പോ വായിക്കുമ്പോഴും സുഖം തന്നെ. നീ നോക്കണം, എല്ലാ പെൺകുട്ടിക്ക് മറയുണ്ടാക്കി കൊടുക്കാൻ പോണ്ടേ. എടാ പെൺകുട്ടികൾക്ക് ഡ്രസ് മാറാൻ തേണ്ട് മാറാൻ ഏത് നമുക്കറിയാലോ ഏത് ഡിപ്പാർട്ട്മെന്റ് സർക്കാരിന്റെ ഏത് ഡിപ്പാർട്ട്മെന്റ് അവർ വർക്ക് ചെയ്യണം. 4 വർഷം മുന്നേ ഏത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തത് ഹേമ കമ്മീഷൻ? ഹേമ എന്ന് പറഞ്ഞ വ്യക്തി ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് സർക്കാരിന്റെ വർക്ക് ചെയ്യുന്നത് അറിയോ? എന്തുകൊണ്ടാണ് സർക്കാർ അവരെ കമ്മീഷനിൽ ഏർപ്പാടാക്കിയത്? ഇവിടെ ഉള്ള സ്ത്രീയാണോ? അത് ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീയാണെന്ന് അറിയോ? അറിയില്ല. പിന്നെ ചോദിക്കാറുണ്ട് ഹേമ കമ്മീഷനെ കുറിച്ചിട്ട് ഒരു കാര്യം വ്യക്തമായി പഠിക്കാതെ ചോദിക്കാൻ പറഞ്ഞില്ലേ? നിങ്ങൾ ഒന്നില്ലെങ്കിൽ ചെറുപ്പക്കാരല്ലേ, ഇങ്ങനെ പറഞ്ഞ ബാക്കിയുള്ള പറഞ്ഞൊന്നും കേൾക്കണ്ട. അറ്റ്ലീസ്റ്റ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ പഠിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടില്ലേ കുറെ ആൾക്കാര്, പഠിച്ചിട്ട് പറയാൻ IAS അല്ലേ? അറിയോ? അറിയും. IAS ആണായിരുന്നു. പിന്നെന്തായാലും അവര് ഏത് ഉദ്യോഗസ്ഥയാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഉദ്യോഗം ഹൈക്കോടതിയിലെ എത്ര പേർക്ക് അറിയാം നിങ്ങൾ? പിന്നെ എന്തൊക്കെ മേഖലയിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ട് അറിയോ? റിട്ടയർഡ് ജഡ്ജ് കേരള ഹൈക്കോടതിയിലെ അവർ ഇതുവരെ പഠിച്ചിട്ടുണ്ട് അറിയോ? അവർ വേറെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്? സാധാരണക്കാരുടെ ഇടയിൽ ജീവിച്ചിട്ടുണ്ടോ? വർക്ക് ചെയ്തിട്ടുണ്ടോ? എന്താ പറഞ്ഞോ? അങ്ങോട്ടോ ഗൂഗിളൊക്കെ തപ്പിക്കോ. ഗൂഗിൾ തപ്പിയിട്ടും കിട്ടുന്നില്ലേ? ഞാൻ ഒരു കമ്മീഷൻ അപ്പുറത്തേക്ക് നിയമിക്കട്ടെ. ഒരു അന്വേഷണം നടത്തി എന്ന് പറയുന്നു. അപ്പൊ അമ്മയിലുള്ള അംഗമാണ് ഷൈൻ ചേട്ടൻ. അപ്പൊ ഷൈൻ ചേട്ടന്റെ അടുത്ത് അങ്ങനെ ഒരു അന്വേഷണം അമ്മയെ സംഘടനയിലുള്ള അവര് തന്നെ പറയുന്നത് 99% ആളുകളുടെ അടുത്തും ഇത്തരത്തിൽ അന്വേഷണമായിട്ട് വന്നിട്ടില്ല. അപ്പൊ അത്തരത്തിൽ ആരടുത്തും അന്വേഷിക്കാതെ ഇത്തരത്തിലൊരു റിപ്പോർട്ട് അതൊക്കെ നിങ്ങൾ അവരോട് ചോദിക്കണ്ട എന്റെ മക്കളെ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും അല്ലേ? ഇതൊക്കെ ശരിക്കും റിപ്പോർട്ട് വായിച്ചു ഇന്നലെ ഉച്ചമാര് വായിക്കുന്നു. റിപ്പോർട്ട് എവിടെയും എല്ലാവർക്കും വരും. നെറ്റ് കിട്ടുന്നുണ്ടാവും. ആരൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പകുതി വായിച്ചോണ്ടിരിക്കുക. കുഴപ്പമില്ല. എന്തൊക്കെയായാലും പറഞ്ഞിരിക്കണം. എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞ ആരും വായിച്ചേ? മോശമായി പറഞ്ഞൊന്നും പുറത്തു വന്നിട്ടില്ല. മോശമായി പറഞ്ഞൊന്നും പുറത്തു വന്നിട്ടില്ല അറിയാം. അതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു പറഞ്ഞിരിക്കണം. കൃത്യമായിട്ട് ഒരു പേര് പറയാതെ ഇന്ന ഇന്ന സംഭവങ്ങൾ മാത്രം ഉണ്ടെന്ന് പറയുന്നത് അത് ശരിയായ സംഭവത്തിൽ കൃത്യമായിട്ട് നടന്നിട്ടുണ്ടെന്നൊക്കെ ഉറപ്പുണ്ടോ? അവരാരുടെയും പേര് പറയാതെ ഒരു റിപ്പോർട്ടുണ്ടാക്കി അവരോട് പോയി ചോദിക്കുക ആരൊക്കെ പേര് അവര് മറച്ചു വെച്ചിരിക്കണേ. എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം എന്റെ മക്കളെ? അതുകൊണ്ട് അമ്മ സംഘടന എന്നാണ് പറയുന്നത്. സോറി ക്ഷമിച്ചിരിക്കണം. എവിടെ നിന്ന് വരുന്ന ഹേമ കമ്മീഷനെ കുറിച്ചാണ്. എവിടെന്നാ പറയുന്നു? അയ്യോ ഞാൻ ഇപ്പൊ തന്നെ വന്നു. One normal question, then this question. It is very normal. I can't talk like you, Cheta. ഈ ഒരു അലിഗേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അമ്മ
സംഘടനയിലുള്ള ആരുടെയും പ്രത്യേകിച്ച് ആരുടെ പേര് പറയാത്തത് കൊണ്ട് ആർക്ക് വേണമെങ്കിലും വിചാരിക്കാലോ ഇതിപ്പോ ആരെ പറ്റിയാണെന്നെങ്കിൽ തന്നെ പറ്റിയിട്ട് തന്നെയാണെന്നുണ്ടോ? ഒരു നിർബന്ധമില്ലല്ലോ. ഇവിടെ സ്ത്രീ ഡയറക്ടേഴ്സും ഇല്ലേ, സ്ത്രീ ആക്ടേഴ്സും ഇല്ലേ, അവർക്കും ഇങ്ങോട്ടും കാര്യങ്ങളല്ലത് അല്ലേ? ഇത് ആണുങ്ങൾ മാത്രം ചെയ്യുന്ന കാര്യമാണോ? ആണും പെണ്ണും അടങ്ങിയ സമൂഹമല്ലേ? എല്ലാ വ്യക്തികളാണ്, എന്നാൽ ആണും പെണ്ണും അടങ്ങിയതല്ലേ? ഇതിപ്പോ എന്ന് പറയുമ്പോൾ എല്ലാവരും ആണുങ്ങളെ കിട്ട് തരണം അല്ലേ? ഞങ്ങൾ എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? നിങ്ങൾ വെറുപ്പിക്കുന്നു അല്ലേ ഉള്ളൂ അല്ലേ? സ്ത്രീകൾക്ക് നല്ലൊരു തൊഴിൽ ഉറപ്പാക്കാൻ വേണ്ടിട്ട് ചോദിക്കുന്നതൊന്നല്ലല്ലോ. നിങ്ങൾക്ക് കുറച്ച് വ്യൂസ് വേണം എന്നുള്ളതുകൊണ്ടല്ലേ ആ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് എന്തുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല, നിങ്ങൾ ആരും വായിച്ചിട്ടില്ല. അതെന്താണെന്ന് ഒരു പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുണ്ട്. അത് ആ കമ്മിറ്റി കൊണ്ട് ഈ സിനിമാ മേഖലയ്ക്കോ അല്ലെങ്കിൽ സിനിമയിൽ ഭാവിയിലെ തലമുറയ്ക്കോ നമ്മുടെ സമൂഹത്തിലുണ്ടോ ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നതിനകത്തൊരു റിപ്പോർട്ട് തന്നെയാണ്. ഇത് മാറ്റാൻ വേണ്ടിയിട്ടുമല്ല. പക്ഷെ ഞങ്ങൾ ചോദിക്കുന്നത് ഈ ഹേമ കമ്മീഷന് എത്ര പെൺസുഹൃത്തുക്കളെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതലുള്ള ആൺ സുഹൃത്തുക്കളാണ്. പറയാൻ പറ്റില്ല, എന്റെ സുഹൃത്തുക്കളെ പറഞ്ഞ എന്റെ പെൺസുഹൃത്തുക്കൾക്ക് കൂടുതലുള്ളത് ആൺ സുഹൃത്തുക്കൾ അല്ലേ? നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും വേർതിരിവ് ഞങ്ങൾ കാണിച്ചിട്ടുണ്ടോ? വർക്ക് ചെയ്യുന്ന സമയത്ത് സ്ത്രീകളായതുകൊണ്ട് അവർക്ക് ഇത് വേണ്ട, അവർക്ക് ഇത് വേണം, ഞങ്ങൾക്ക് ഇത് വേണം. നിങ്ങൾക്ക് നല്ല മുറി തരാൻ തന്നെ ഞങ്ങൾ നോക്കിയിട്ടുള്ളൂ. അത് എന്നോടാണ് ചോദിക്കുന്നത്. അപ്പൊ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് പറയാമല്ലോ. ഇപ്പൊ ഇവര് പറഞ്ഞു ഞാൻ എന്തെങ്കിലും ചോദിച്ചപ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നു. ഇത് നമ്മൾ വേർതിരിച്ച് ചോദിക്കുന്ന കാര്യമല്ല. ഇതങ്ങനെ കൊടുക്കാത്ത സ്ഥലങ്ങളിൽ അതങ്ങനെ കൊടുക്കപ്പെടണം, എല്ലാവർക്കും തുല്യത. അപ്പൊ ആൺ പെൺ വ്യത്യാസം ഇല്ല ഞങ്ങൾക്കിടയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്. ആക്ച്വലി മനസ്സിലായ അങ്ങനെ വ്യത്യാസമുള്ള ആളുകളും വ്യത്യസ്തമായി പെരുമാറുന്ന ആളുകളും ഉണ്ടായിരിക്കാം, ഉണ്ട്. അത് സിനിമയിൽ മാത്രമല്ല. ഇവര് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓട്ടോറിക്ഷയിലുണ്ട് ഇല്ലേ, കയറുന്ന ബസ്സിലുണ്ട്, പോകുന്ന ബാങ്കിലുണ്ട്, ഹോസ്പിറ്റലിലുണ്ട്, സ്കൂളിലുണ്ട് ഇല്ലേ? ഇവർക്കിടെ എല്ലാവർക്കിടയിലുണ്ട്. ബസ്സിൽ നിന്ന് ചാറ്റി വയ്ക്കുന്ന പരിപാടികൾ കേട്ടിട്ടില്ലേ? പിള്ളേരെ ഉപദ്രവിക്കുന്നത് കേട്ടിട്ടില്ലേ? ആദ്യം പീഡനങ്ങൾക്ക് തുടങ്ങുന്നത് എവിടെയാ അല്ലേ? ബസ്സിൽ കമ്മീഷൻ ആക്കുക. ഇത് ആണുങ്ങളും പെണ്ണുങ്ങളും ഉള്ളിടത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ വ്യക്തികളുള്ളിടത്ത് ഇതെന്താണ് പരിപാടി എന്ന് കറക്റ്റായിട്ട് അറിയാത്തവർക്ക് ഇടയിലുണ്ട്. ഇത്രയും പറഞ്ഞില്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങാം. ആദ്യം അറ്റ്ലീസ്റ്റ് എന്താണ് ലൈംഗികത? ലൈംഗികത മാത്രമാണ് ഇതിന്റെ പ്രശ്നം, അല്ലാതെ പിന്നെ ഏതാണ് ഇതിന്റെയൊക്കെ മൂലമായിട്ടുള്ള ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ടല്ല ഇതൊക്കെ. ഇതിന്റെ മെയിൻ വിഷയം ലൈംഗികതയാണോ? ലൈംഗികമായിട്ടല്ലാതെ പിന്നെ ലൈംഗികത മാത്രമായിട്ട് മാധ്യമങ്ങളും അതുപോലെ തന്നെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കുറെ മെയിനായിട്ട് മാധ്യമങ്ങൾ തന്നെ പെരുപ്പിച്ച് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. അത് അതിനകത്തൊരു ഭാഗം തൊഴിലിടങ്ങളിൽ ആണിനും പെണ്ണിനും ഒരേപോലെ വർക്ക് ചെയ്യാനും അവിടെ പെർഫോം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അതിന് ചിലവര് കഴിഞ്ഞിടുന്നുള്ള അല്ല വരാറില്ല. പക്ഷെ അതാണ് മെയിൻ പ്രശ്നം ഇവിടെ. നമ്മുടെ ഇൻഡസ്ട്രിയില് പെൺകുട്ടികൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പെൺകുട്ടികൾ തന്നെ ചെയ്യണം. ഭാര്യയായിട്ട് ആണിനൊക്കെ അഭിനയിക്കാൻ പറ്റുമോ? പറ്റുമോ? അപ്പൊ നമ്മൾ ഒരു പെണ്ണിനോട് വരണ്ടെന്ന് പറയോ? പറയൂടാ. അതുകൊണ്ടല്ല ഇപ്പൊ നിങ്ങളിരിക്കുന്ന ഞാൻ എത്ര പെൺകുട്ടികളുണ്ടില്ലേ? ഇതിനേക്കാളും കൂടുതൽ പെൺകുട്ടികളുണ്ട് ഞങ്ങളുടെ സിനിമയില്. ഇവിടെ തന്നെയുണ്ട് 2 ആണും 2 പെണ്ണുങ്ങളും. ഈ തിരിഞ്ഞ് അങ്ങോട്ട് ചോദിക്കും. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്ന സഹായമൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ട്. ഇല്ല ആര് പറഞ്ഞോ? അതൊന്നും ഇല്ലെങ്കിൽ അതൊരു ഒറ്റപ്പെട്ട സംഭവം, അല്ലെങ്കിൽ അത് അവരുടെ ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ അവരുടെ സെറ്റിൽ നടക്കുന്ന പരിപാടിയായിരിക്കും. നമ്മുടെ രാജ്യത്ത് എത്ര വീടുകൾക്ക് മറ്റു പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റിയ വീടുകൾ ഉണ്ടായിരുന്നു രാജ്യത്ത്? നമ്മൾ കേരളം ഒഴിച്ച് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഇപ്പൊ വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവരെ കാര്യങ്ങൾ നടന്നത് നീ അന്വേഷിച്ചിട്ടുണ്ടോ? ഇവിടെ ഏത് ഇമ്മാരിട്ടാണ് ബാത്റൂം സ്ത്രീകൾക്ക് കൊടുക്കാതിരിക്കുന്നത്? കുറെ ഉണ്ട്, അത് ഉണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങനെ മനഃപൂർവ്വം ചെയ്യാറില്ല. അത് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾ അവരെ പോകുന്ന വീട്
വീട്ടിലും അവർ പോണ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ആയിരിക്കും പെരുമാറുന്നത്. സിനിമകാരൻ മാത്രമായിട്ടുള്ള പ്രശ്നമല്ല. ഞാൻ സ്കൂളിൽ അങ്ങനത്തെ അനുഭവങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുടെ പെൺകുട്ടികളുടെ പിന്നെ നമ്മുടെ ഈ ഇൻസ്റ്റ പോസ്റ്റ് തുറന്നു നോക്കി കഴിഞ്ഞാൽ അറിയാം പെൺകുട്ടികൾക്ക് അത് എത്ര മോശമായിട്ടാണ് കമന്റ് ഇടുന്നത്. ഇല്ലേ അവിടെ തൊട്ട് ആ കമന്റ് ഇടുന്നതിൽ ഏതെങ്കിലും സിനിമക്കാരുണ്ടാ നിങ്ങൾക്കിടയിലുള്ള ആളുകളും അതിന്റെ പ്രേക്ഷകരും ഫോളോവേഴ്സുമായിട്ടുള്ള ചെറുപ്പക്കാരും സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ തന്നെയല്ലേ പോസ്റ്റ് ഇടുന്നത്. ഈ നിങ്ങളുടെ ക്യാപ്ഷൻസ് എങ്ങനെയാണ്? ലൈംഗികമാണോ, സ്ത്രീയെ കുറ്റപ്പെടുന്ന രീതിയിലുള്ളതാണോ? ഈ സ്ത്രീയെ literally you rape a lot of girls by writings. ഇല്ലേ? എന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കുക സിനിമയിൽ മാത്രം ഇപ്പോഴത്തെ ചെറിയ പിള്ളേര് നമ്മുടെ നാട് വളർന്നിട്ടുണ്ടല്ലോ. കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് അറിയണ്ട. അത് ഈ കൊച്ചിനൊക്കെ അറിയില്ലേ? ഇവരൊക്കെ ഇപ്പൊ ഇതിന്റെ ശേഷം ഞാൻ എന്താ പറയാ എനിക്ക് മനസ്സിലാകില്ല. പക്ഷേ ഡെഫിനറ്റ്ലി കുറേ കാര്യങ്ങളുണ്ട് പ്രോപ്പറായിട്ട്. ഇഫ് നമുക്ക് എക്സാക്ട് എവിഡൻസസ് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇത്ര സെൻസിറ്റീവ് ടോപ്പിക്കാണ്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് എ ഗേൾ ഓർ എ ഗായ്, ഇറ്റ്സ് അബൌട്ട് എൻ ഇൻഡിവിജ്വൽ ആൻഡ് ദിയർ റൈറ്റ്സ്. And especially for women, we definitely need a safe environment, 100%. And what Shayan Chetta said is right. It is not only about this industry. Ella industry, a girl should be able to at least be safe and say worst come worst case. Nammada society anganeyana, ipportha kaalathu anganeyana. Maybe we necessary illallo namakku nalla alum. We only meet good people. We can meet bad people. So at least നമുക്ക് ഒരു നമ്മുടെ സ്റ്റാൻഡ് വെക്കാനുള്ള ഒരു സ്പേസ് വേണം. We should be able to tell people that yes, this is something that is going wrong, and അതിൻ്റെ ശേഷം there should be some action if somebody is guilty. You know, എനിക്ക് പ്രോപ്പർ മലയാളത്തിൽ പറയാൻ മനസ്സിലാകുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ പറയണം. പക്ഷേ it is not about a girl. Even if I feel a guy, something is happening to a guy also, something wrong is happening, he should have the right to say that this is wrong. Namukku angane oru space venam, and especially for a girl we definitely need a space angane. So adu ende abhiprayamana. പക്ഷേ എക്സാക്ട്ലി ഹേമ കമ്മിറ്റിയിൽ ഒരുപാട് കംപ്ലയിൻസ് ഉണ്ട്. ആൻഡ് ഞാനിപ്പോൾ അമ്മ അസോസിയേഷൻ്റെ ഐ തിങ്ക് ഐ എം ദ മോസ്റ്റ് പുതിയ എന്താ പറയുക ജോയിനി. സോ ഓണസ്റ്റ്ലി എനിക്ക് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാനില്ല. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു സേ എനിത്തിങ് റോങ്. അത് നല്ലതല്ല, ബിക്കോസ് ഇറ്റ്സ് എ വെരി സെൻസിറ്റീവ് ടോപ്പിക്. ബട്ട് ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് ഇഫ് ദർ ഇസ് എനിത്തിങ് റോങ് ഹാപ്പനിങ്, നോട്ട് ഓൺലി ഇൻ our industry, any industry, നമുക്ക് ഒരു സ്പേസ് വേണം ടു സേ ഇഫ് ഇറ്റ്സ് റോങ്. വി ഷുഡ് ബി ഏബിൾ ടു കംപ്ലെയിൻ ആൻഡ് ഗെറ്റ് ജസ്റ്റിസ്. അത്രേ ഉള്ളൂ. ചേട്ടാ, ഈ സാറ്റലൈറ്റ് മീഡിയ മനഃപൂർവ്വം ചേട്ടാ ഈ കുറ്റിച്ചെടിയുടെ ബാക്കിലും അതേപോലെ മരത്തിന്റെ ബാക്കിലൊക്കെ നല്ല ഡ്രസ്സ് മാറുന്നത് കേട്ടോ, ശരിയാണോ? അത്രയ്ക്ക് അതം പതിച്ചോ മലയാള സിനിമ? അല്ല, അങ്ങനെയാണല്ലോ അതിൽ എഴുതിയിട്ടുള്ളത്. ഈ ക്യാമറയും കൊണ്ട് വരില്ലേ എന്റെ അടിക്ക്, അല്ലാതെ പിന്നെ എന്താ ചെയ്യാ? എടോ, കുളിക്കുന്നവൻ അയച്ചിട്ട് നിന്നിട്ടാ നഗ്നനായി നിന്നുകൊണ്ടാ കുളിക്കണേന്ന് നിങ്ങൾ വേണമെങ്കിൽ ക്യാപ്ഷൻ ചെയ്തു. അത് ഒളിഞ്ഞു നോക്കണമല്ല പ്രശ്നം, അയാൾ അയച്ചിട്ട് നിന്ന് കുളിക്കണമെന്നാണ് പ്രശ്നം. ആണാ? അപ്പൊ അങ്ങനെയൊന്നും ഇടാൻ പറ്റൂല. എങ്ങനെ ഇടാൻ പറ്റില്ല? അങ്ങനെ വളരായിട്ട് എന്ത് അങ്ങനത്തെ ക്യാപ്ഷൻ ഒന്നും ഇപ്പൊ ഇടാൻ പറ്റില്ല പറയാം. അതുകൊണ്ടാണ് ഇടാത്തല്ല. അല്ല, അങ്ങനെയാണോ റിപ്പോർട്ടിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്? ആ റിപ്പോർട്ടിൽ അങ്ങനെ ആയിരിക്കും, അവരെ ഭാഗത്തൊക്കെ തന്നെ ആയിരിക്കും. മലയാളത്തിൽ മാത്രമല്ലല്ലോ എന്തേലുള്ളൂ. ഇവിടെ എന്നിട്ട് ആർക്കും ഡ്രസ്സ് മാറുന്ന സ്ഥലം കൊടുക്കാത്തൊന്നുമില്ല. ഡ്രസ്സ് മാറാൻ സ്ഥലം കൊടുക്കാത്തുണ്ടെങ്കിൽ അവിടെ കയറാൻ പോകാത്ത സ്ഥലമായിരിക്കും. അതൊക്കെയാണ് അതിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അതിലൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതൊന്നും നീ കാണിക്കാം ഏടാദ്യം. അവിടെ കയറാൻ വരുന്നേക്കാളും മുന്നേ ആൾക്കാർ റോഡിൽ ഡ്രസ്സ് മാറിയിട്ടുണ്ട്. അത് ചിലപ്പോൾ സാരിയുടെ മറയിൽ നിന്നിട്ട് പെൺകുട്ടികളുടെ ഡ്രസ്സ് മാറിയിട്ടുള്ളത്. ഞാനൊക്കെ ഇപ്പോഴും ഡ്രസ്സ് മാറും റോഡിൽ നിന്നിട്ട്. ഒരു മുണ്ടുണ്ടെങ്കിൽ അത് ഞാൻ ഡ്രസ്സ് മാറാൻ പറ്റുമോ? പറ്റും. ഇവിടെ റോഡിൽ നിന്നിട്ടുണ്ടെങ്കിൽ മുതലൊക്കെ ആണുങ്ങളൊക്കെ മുണ്ടോക്കിയിരിക്കും ഇല്ലേ?
അങ്ങനെ ചെയ്താലും പ്രശ്നമില്ലാന്നാണോ പറയുന്നത്? അങ്ങനെ ചെയ്താലും പ്രശ്നമില്ലെന്നല്ല, ചില സമയങ്ങളിൽ നമുക്ക് അത്ര സൗകര്യങ്ങളെ കിട്ടുള്ളൂ. അവിടേക്കൊന്നും വണ്ടി പോലും പോവില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പുറത്തുനിന്ന് ഡ്രസ് മാറേണ്ടി വരും. അപ്പോൾ മറ പിടിച്ച് മാറുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആരെങ്കിലും ഒക്കെ എത്തി നോക്കി ക്യാമറ എടുക്കുന്നുണ്ടായിരിക്കും. ഇതിപ്പോ ക്യാമറ ഇല്ലാത്ത കാലത്ത് ക്യാമറയൊന്നും ഉണ്ടായിരുന്നില്ല, ആരും ഫോട്ടോ എടുക്കില്ലല്ലോ. ഇന്നിപ്പോ എന്തെങ്കിലും കണ്ട അന്ന് സൂം ചെയ്ത് വെച്ച് എടുക്കില്ലൊക്കെ. ഒരു പെൺകുട്ടികൾ നാളെ ഒരു പെൺകുട്ടി ഇങ്ങനെ ഇരിക്കണ ഫോട്ടോ ഇട്ടിരിക്കുകയാണ്. പുള്ളിക്കാരത്തെ എങ്ങനെ ഇട്ടൊരു വസ്ത്രം ധരിച്ചു, അത്യാവശ്യം എല്ലാം പറയണ വാളൊക്കെ മറിച്ചിട്ടുണ്ട്. എന്നിട്ട് അവൻ പെട്ടെന്ന് ഫോട്ടോ എടുത്തിരിക്കുക. എന്നിട്ട് പറയാ എന്ത് വസ്ത്രധാരണ മണ്ടക്കുന്നു. അവൻ അവിടെ നിന്ന് ഫോട്ടോ എടുത്തതല്ല പ്രശ്നം, എന്ത് മോശപ്പെട്ട വസ്ത്രധാരണമാണെന്ന്. അതാണ് ഞാൻ പറഞ്ഞേ. Someone who is bathing inside the bathroom and they are saying, "Oh, he is naked." Who is exactly doing wrong? The bathroom guy? അപ്പൊ അതില് എഴുതിയ കാര്യങ്ങളല്ല, അപ്പൊ നമ്മളത് വിലയിരുത്തുന്നതാണ്. അല്ലാതെ നമ്മൾ വിലയിരുത്തുന്നതാണ്. ഇതൊക്കെ വിലയിരുത്താൻ വേണ്ടി ആമിഷന്റെ റിപ്പോർട്ട് വായിക്കണ്ടായിരുന്നില്ല. ഞാൻ വീട്ടിൽ ജനിച്ച് സ്കൂളിൽ പഠിച്ച് 24 മണിക്കൂർ വാർത്തകളിൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് കാണുന്നത്. അതാ പറഞ്ഞ 24 മണിക്കൂർ വാർത്തകൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കണം. സിനിമ കണ്ടോ? അതൊന്നും സത്യമല്ല. 24 മണിക്കൂർ വാർത്തകളുള്ളി. പിന്നെ സിനിമകൾ കണ്ടോ? നിങ്ങളത് ഇഷ്ടം കണ്ടാ മതി. അല്ലെങ്കിൽ ഈ വല്ല മറയെ നോക്കി പോയിക്കോ. ഡ്രസ് മാറണതോ അല്ലെങ്കിൽ നോക്കി ഈ അതൊക്കെ ചോദിച്ചു. ഇതൊക്കെ എന്തിനും ഷൂട്ടിങ്ങറിയോ? എന്താ പ്രശ്നം? ഓനെ കാണുന്നില്ലല്ലോ ആരും. ഞാൻ ഇതിരുന്ന് പറയണതല്ലേ. ഞാൻ ചോദിച്ചതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. ചോദിച്ചതിലൊരു തെറ്റുണ്ട്. ഏതാണ് തെറ്റ്? ഏത് മറയില്ലാത്ത മരത്തിന്റെ മറയില്ലാത്ത എവിടെ കണ്ടിട്ടുള്ളത്? മരത്തിന്റെ മറയിലുള്ള തെറ്റ് പുറത്ത് വന്ന റിപ്പോർട്ടിൽ അതാണ്. പുറത്ത് വന്ന റിപ്പോർട്ടല്ലേ കണ്ടിട്ടുള്ളൂ. ഏതെങ്കിലും മരത്തിന്റെ മറയിലുള്ള ഡ്രസ് മാറിയിട്ടില്ല. അല്ല, നമുക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല നമ്മൾ ചോദിക്കുള്ളൂ. അല്ലാണ്ട് മലയാള സിനിമകൾ ഡ്രസ് മാറാൻ ഫലം കൊടുക്കുന്നതാണെന്ന് വിചാരിച്ചു. അങ്ങനത്തെയാണല്ലോ വരുന്നത്. അങ്ങനത്തെയാണ് വരുന്നത് വെച്ചിട്ട് അത് നടക്കുന്നത്. ചാനലുകളിൽ വരുന്നത് നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനത്താണല്ലോ. നീ ഇപ്പൊ പറയുന്നതാണെങ്കിൽ ഒരു പെണ്ണിനെ പറ്റിയുള്ള മോശം പരിപാടിയല്ലേ പറഞ്ഞിരിക്കണേ. അത് കേൾക്കും, അത് പറയുമ്പോ അനക്കുള്ള സുഖവും, അത് കേൾക്കുമ്പോൾ ഇത് വിറ്റ് കാശാക്കുമ്പോ ന്യൂസ് ആക്കുമ്പോ വായിക്കുമ്പോഴും സുഖമല്ലേ. പെൺകുട്ടിക്ക് മറയുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പെൺകുട്ടികൾക്ക് പെൺകുട്ടിന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്താണെങ്കിലും എന്താണെങ്കിലും തെങ്ങിന്റെ മറയുന്ന ഡ്രസ് മാറിയ കാര്യം ചോദിക്കേണ്ട കാര്യം എന്റെ അടുത്ത്. അതെന്താ കാര്യം? ഞാൻ പറഞ്ഞുതരാം. അതായത് ഷൈൻ ചേട്ടൻ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണല്ലോ. അതുകൊണ്ട് എല്ലാ തരത്തിലും ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണ്. അല്ലല്ല, ഈ ഒരു മാധ്യമത്തിൽ വർക്ക് ചെയ്യണം. ഈ ഐശ്വര്യത്തിലും മാതൃഭൂമിയിലും മനോരമയിലും കാര്യം പറയാൻ പറ്റുന്നുണ്ട്. അവർ ചെയ്യണ കാര്യം പറ്റുമോ? ഈ കണ്ടിട്ടുണ്ട് അവിടെ കേറിയുണ്ട ഒരു സിനിമയിൽ ഞാൻ വർക്ക് ചെയ്യണ എല്ലാ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. പഞ്ചായത്ത് മെമ്പർ എല്ലാ പഞ്ചായത്തിലും കാര്യങ്ങൾ പറയും. അപ്പൊ ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് കണ്ടാ പോരെ? ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കാൻ പാടില്ല എന്നാണല്ലോ നമ്മളൊക്കെ പറയണത് അല്ലേ? ചേട്ടാ, ഒരു നടിക്ക് ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴും ഇത് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചാൽ മതി. നമ്മളെല്ലാം തീരുമാനിക്കേണ്ടത്. നമ്മൾ ഓരോ ഒരു നടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴും നമ്മൾ ഇതേപോലെ തന്നെ ഒരു സ്റ്റാൻഡ് എടുത്താൽ മതിയാന്ന് ചോദിക്കുന്നത്. ഏതാ സ്റ്റാൻഡ്? അതായത് ഇപ്പൊ കഴിഞ്ഞ പറഞ്ഞ പോലെ അവര് പുറത്ത് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ ഒരു ഉൾപ്പില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞത്. എനിക്ക് ഉൾപ്പുണ്ട്. നിങ്ങളുടെ മുന്നിൽ കാണിക്കുക. ഇത് കാണിക്കണോണ്ട് എനിക്ക് ഉൾപ്പുണ്ടായിട്ടല്ല. എനിക്കുണ്ടല്ലോ കുറച്ച് മാന്യത. നിങ്ങളിപ്പോ ക്യാമറ ഉപയോഗിച്ചിരിക്കോ? ഇല്ല. ഇത് ഞാൻ കാട്ടുന്നില്ല. എന്റെ ഡയലോഗ് നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ലേ? ഇതിപ്പോ പോകാൻ ഷൂട്ട് ചെയ്തു. 24 മണിക്കൂർ നിങ്ങൾ ക്യാമറ വെച്ച് പിന്നെ നടക്കുന്നത് എനിക്കറിയാം. ഒരാളുടെ ഡ്രസ്സ് മാത്രമല്ല അയാളെ നഗ്നരാക്കാനും മോശമാക്കാനും ഉപയോഗിക്കണം. തൊലി വിരിയാണ് വാർത്തകൾ കൊടുക്കാനും നിങ്ങൾക്ക് പറ്റുമെന്ന് പറയാം. പക്ഷെ ഇതൊക്കെ ഇല്ലാതെയാക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്, ഇങ്ങനെയല്ല ചോദിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇടങ്ങളിലേക്കും ഇങ്ങനിലേക്കും ഇറങ്ങിച്ചില്ല. ഈ പഠനത്തെ കുറിച്ചുള്ള വാർത്തകൾ എനിക്ക് ഇനി അറിയില്ല. താങ്ക് യു.